ഇക്കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ലോകത്ത് പല രാജ്യങ്ങളിലും അലയടിച്ച ജൻസി പ്രക്ഷോഭങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ ജൻസി പ്രതിഷേധം മെക്സിക്കോയിലും എത്തിയിരിക്കുകയാണ്. മറ്റെല്ലാ രാജ്യത്തെയും പോലെ തന്നെ മെക്സിക്കോയിലും ഇത് പെട്ടെന്നുണ്ടായ ഒരൊറ്റപ്പെട്ട സംഭവമായി ഉടലെടുത്തതല്ല, മറിച്ച് ഇപ്പോൾ കാണുന്ന യുവജന പ്രക്ഷോഭം വർഷങ്ങളായി മെക്സിക്കോയിൽ രൂപപ്പെട്ടു വന്ന ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. തെഗുവാന മുതൽ ഒഹാക്ക വരെയുള്ള നഗരങ്ങളിൽ സമാധാനപരമായി പ്രകടനങ്ങൾ ആരംഭിക്കുന്നു. പിന്നീട് 100-ലധികം പേർക്ക് പരിക്കേറ്റ രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ വലിയ സംഘർഷങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് മെക്സിക്കോയിൽ ഇപ്പോൾ പെട്ടെന്ന് പ്രതിഷേധമുയരാനുണ്ടായ ഒരു കാരണം മെക്സിക്കോയിലെ യുറുവാപ്പനിലെ റിഫോമിസ്റ്റ് മേയറായിരുന്ന കാർലോസ് ആൽബർട്ടോ മാൻസോ റോഡ്രിഗസിൻ്റെ കൊലപാതകമായിരുന്നു. നമുക്കറിയാം, മെക്സിക്കോയിൽ മയക്കുമരുന്ന് മാഫിയകൾ സജീവമാണ്. പലയിടത്തും ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നത് പോലും ഈ മാഫിയകളാണ്, കാർട്ടലുകളാണ്, ഡ്രഗ് കാർട്ടലുകളാണ്. അങ്ങനെ മയക്കുമരുന്ന് സംഘങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു നഗരത്തിൽ ഇത്തരം സംഘടിതമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയായിരുന്നു ഈ മേയർ ആൽബർട്ടോ മാൻസോ റോഡ്രിഗസ്. അദ്ദേഹത്തെ പകൽ സമയത്ത് പരസ്യമായി വെടിവെച്ചു കൊന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദേഹത്ത് 20-ലധികം വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. ഈ ഡ്രഗ് കാർട്ടലുകൾക്കെതിരെ തുറന്നു സംസാരിച്ച ഒരു വ്യക്തിയായതിൻ്റെ പേരിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നുറപ്പാണ്. ഫെഡറൽ സർക്കാരിനോട് അദ്ദേഹം സഹായം ചോദിച്ചിരുന്നു, പക്ഷേ സർക്കാർ ഒന്നും ചെയ്തു കൊടുത്തിരുന്നില്ലത്രേ. അദ്ദേഹത്തിൻ്റെ മൃതദേഹം റോഡിൽ കിടന്നു മണിക്കൂറുകളോളം. ആരും ആ മൃതദേഹത്തിനടുത്തേക്ക് ചെല്ലാൻ പോലും ഭയക്കുകയായിരുന്നു. ഇങ്ങനെ മേയർ അതിദാരുണമായി കൊല്ലപ്പെട്ടത് ജനരോഷത്തിന് കാരണമായി പ്രതിഷേധങ്ങളുണ്ടായി. എന്നാൽ ഈ പ്രതിഷേധങ്ങളുടെ യഥാർത്ഥ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളതാണ്. തങ്ങൾക്ക് സംരക്ഷണം നൽകാനോ തങ്ങളെ നവീകരിക്കാനോ ഈ രാജ്യത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിലെ ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത, ആ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കാനോ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഇവിടെയെന്ന് ഈ മെക്സിക്കോയിലെ യുവതലമുറക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യുവതലമുറയിൽ ഒരു നിരാശ പടർന്നിരിക്കുന്നു. ആ നിരാശയുടെ പ്രകടനമാണ് പ്രതിഷേധത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപിന്തുണയോടെ ഭരണം ആരംഭിച്ച വ്യക്തിയാണ് ഇപ്പോഴത്തെ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷിൻബോ. 2024 ഒക്ടോബറിൽ ക്ലൗഡിയ ഷെയ്ൻബോം മെക്സിക്കോയിൽ അധികാരമേറ്റു. ആദ്യത്തെ വനിതാ പ്രസിഡന്റായിരുന്നു, ശാസ്ത്രജ്ഞയായിരുന്നു, ഇടതുപക്ഷക്കാരിയായിരുന്നു. അവരിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു മെക്സിക്കൻ ജനതയ്ക്ക്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് വലിയ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പിൽ അവരെ അധികാരത്തിലെത്തിച്ചത് മെക്സിക്കൻ യുവതയാണ്. ആ അധികാരത്തിലെത്തിക്കാൻ സഹായിച്ച അതേ യുവജനങ്ങൾ അവരുടെ ഭരണകൂടത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്നു എന്നത് ഭരണകൂടവും ജനങ്ങളും തമ്മിൽ വലിയ വിള്ളലുണ്ടാക്കിയിരിക്കുകയാണ് മെക്സിക്കോയിൽ. മെക്സിക്കോയുടെ മുൻ പ്രസിഡന്റ് ലോപ്പസ് ബ്രഡോറിൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ തുടർച്ച അതേസമയം കൂടുതൽ പരിഷ്കൃതമാക്കും എന്നൊക്കെയാണ് ഷിൻബോമിൻ്റെ ഭരണം കൊണ്ട് മെക്സിക്കൻ ജനത പ്രതീക്ഷിച്ചിരുന്നത്. വിവിധ സാമൂഹിക പദ്ധതികളിലൂടെ രാഷ്ട്രീയ സ്ഥിരത കൊണ്ടുവന്ന് സുരക്ഷയോടുള്ള പുതിയ സമീപനത്തിലൂടെ നല്ല ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുമെന്ന പ്രതിജ്ഞാബദ്ധമായ സർക്കാരായിരുന്നു അവർ വാഗ്ദാനം ചെയ്തിരുന്നത്. പക്ഷേ വാഗ്ദാനങ്ങൾ അവിടെ തന്നെ നിന്നു. രാജ്യത്ത് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ രാജ്യത്ത് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭരണാധികാരിക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന രാഷ്ട്രീയ സത്യമാണ് മെക്സിക്കോ ഇപ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊല്ലപ്പെട്ട മേയർക്ക് നീതി ലഭിക്കണമെന്ന് മാത്രമല്ല, സംഘടിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളെ ഭരണകൂടം നേരിടുന്ന രീതിയിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റം വേണം, ഒരു ഫണ്ടമെൻ്റൽ ഷിഫ്റ്റ് വേണമെന്നാണ് ഈ യുവ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ തന്ത്രങ്ങളെക്കുറിച്ചുള്ള സർക്കാർ ഉറപ്പുകൾക്ക് യാതൊരു വിലയുമില്ല. കാരണം മേയർമാർ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം, മയക്കുമരുന്ന് സംഘങ്ങൾ കൂടുതൽ ശക്തരാവുന്ന സാഹചര്യം, നിയമവാഴ്ച ഒരു സ്വപ്നം മാത്രമായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വെറും ഉറപ്പ് കൊണ്ട് എന്താകാനാണ്? മറുവശത്ത് ഈ അക്രമാസക്തരായ ചിലർ, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗമായവർ ഇവരുടെ പ്രതിഷേധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊക്കെ സർക്കാർ വാദിക്കുന്നുണ്ട്. ഇത് മെക്സിക്കൻ രാഷ്ട്രീയത്തിൽ പതിവുള്ള ന്യായീകരണം മാത്രമാണ്. മറ്റു രാജ്യങ്ങളിലെ ജൻസി പ്രക്ഷോഭങ്ങളിലെ പോലെ തന്നെ ഈ പ്രതിഷേധത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കടൽ കൊള്ളക്കാരുടെ പതാകകൾ ഉയർന്നു കാണുന്നു എന്നതാണ്. പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുത്ത ഒരു ചിഹ്നമല്ല ഇത്.
വൺ പീസ് എന്ന ആഗോള പ്രശസ്തമായ ജാപ്പനീസ് കാർട്ടൂൺ പരമ്പരയിലെ ജോളി റോജർ പതാക, ആ പതാക ഉപയോഗിച്ചാണ് ജെൻസി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്തു നിന്നുള്ളവർക്ക് തമാശയായി തോന്നാം, പക്ഷേ മെക്സിക്കൻ യുവതക്ക് ഇതൊരു പ്രഖ്യാപനമാണ്. നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ പുതിയൊരെണ്ണം എഴുതി ചേർക്കും എന്ന യുവതയുടെ അതിശക്തമായ പ്രസ്താവന. ഈ പ്രവണത മെക്സിക്കോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ലോകമെമ്പാടുമുള്ള ജെൻസി പ്രസ്ഥാനങ്ങളെ ഇത്തരം ചിഹ്നങ്ങളാണ് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാർട്ടൂണുകളും നർമ്മ കഥാപാത്രങ്ങളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗങ്ങളും രാഷ്ട്രീയ വ്യക്തതയില്ലെങ്കിലും ഒരുപക്ഷെ ധാർമ്മികമായ വ്യക്തതയും ജെൻസി പ്രക്ഷോഭങ്ങളിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അത് മെക്സിക്കോയിലും പ്രകടമാണ്. നേപ്പാളിൽ വിദ്യാർത്ഥികൾ അഴിമതിക്കും സ്വേച്ഛാധിപത്യത്തിനുമെതിരെ വൻ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് നമ്മൾ കണ്ടതാണ്. ദക്ഷിണ കൊറിയയിൽ യുവ വോട്ടർമാർ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചതാണ്. തൊഴിൽ, ഭവനം, ലിംഗനീതി തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് കൊറിയയിൽ തുടക്കമിട്ടതാണ്. അമേരിക്കയിൽ തന്നെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട്, വംശീയ നീതിയുമായി ബന്ധപ്പെട്ട്, ഗസ വിഷയത്തിൽ, തോക്ക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ക്യാമ്പസ് പ്രതിഷേധങ്ങൾ ദേശീയ ശ്രദ്ധ നേടിയത് നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിൽ തൊഴിൽ പെൻഷൻ നിയമങ്ങൾക്കെതിരെ യുവജനങ്ങൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ യുവാക്കളുടെ, ഈ തലമുറയുടെ രാഷ്ട്രീയം അത് അവരുടെ മാതാപിതാക്കളുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്, മുതിർന്നവരുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോടോ നേതാവിനോടോ അല്ല ഇവരുടെ കൂറ്. അവരുടെ പ്രശ്നങ്ങൾ ആഗോളമാണ്. അവരുടെ പ്രതിഷേധ രീതികൾ നൂതനമായതാണ്. കടൽ കൊള്ളക്കാരുടെ പതാകകളും ടിക്ടോക്ക് വീഡിയോകളും ഡിസ്കോഡ് പോലുള്ള ആപ്പുകളിലൂടെയുമാണ് അവർ സംഘടിച്ചു കൊണ്ടിരിക്കുന്നത്. മെക്സിക്കോയിലെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നാം ലാറ്റിൻ അമേരിക്കയുടെ പ്രക്ഷോഭങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കണം. 1968 അടിച്ചമർത്തപ്പെട്ട മെക്സിക്കൻ വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ട്. 1980 ചിലിയിലെ പിനോഷെ ഏകാധിപത്യം അവസാനിപ്പിച്ച വിദ്യാർത്ഥി വിപ്ലവമുണ്ട്. 2001 സാമ്പത്തിക തകർച്ചയെ തുടർന്ന് അർജന്റീനൻ പ്രസിഡന്റിനെ താഴെ ഇറക്കിയ പ്രക്ഷോഭമുണ്ട്. 2013 ബ്രസീലിലുണ്ടായ ബസ് ചാർജ് വർധനവിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. 2019 ചിലിയിൽ വീണ്ടും ഭരണഘടന മാറ്റിയെഴുതാൻ പോലും കാരണമായ എസ്റ്റാലിഡോ സോഷ്യൽ പ്രക്ഷോഭം. ഇതെല്ലാം ലാറ്റിൻ അമേരിക്കൻ പ്രദേശത്ത് യുവതലമുറ നേതൃത്വം നൽകിയ പ്രക്ഷോഭങ്ങളാണ്. അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിലെ യുവജനങ്ങൾ എല്ലായ്പ്പോഴും ദേശീയ പരിവർത്തനത്തിന് കാരണക്കാരായിട്ടുണ്ട്. മെക്സിക്കോയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജെൻസി പ്രക്ഷോഭവും ആ പാരമ്പര്യത്തിലേക്കാണോ കാലെടുത്തു വെക്കുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങളെല്ലാം ഒരു ആഗോള രാഷ്ട്രീയ മാറ്റത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മെക്സിക്കോയിലെ ജെൻസി ആ പാരമ്പര്യത്തിലേക്കാണോ കാലെടുത്തു വെക്കുന്നത് എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ ഒരു ആഗോള രാഷ്ട്രീയ മാറ്റത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യയശാസ്ത്രം നോക്കാതെ, ഉന്നതരായ ആളുകളെ തിരസ്കരിച്ചുകൊണ്ട്, രാഷ്ട്രീയ വാഗ്ദാനങ്ങൾക്ക് വില കൊടുക്കാതെ, തങ്ങളുടെ വ്യക്തിഗത സുരക്ഷയും നീതിയും ആവശ്യപ്പെട്ടുകൊണ്ട്, വികേന്ദ്രീകൃതമായ പല ഡിജിറ്റൽ മാർഗങ്ങളിലൂടെയും സംഘടിച്ചുകൊണ്ട്, ജനകീയ സർക്കാരുകളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുകൾക്കും വഴങ്ങാതെ ജെൻസി യുവത പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു പ്രസിഡന്റിനെയോ ഒരു കൊലപാതകത്തെയോ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും സമരങ്ങളെയോ കുറിച്ചല്ല, മറിച്ച് ജനാധിപത്യം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഒരു സർക്കാരിൻ്റെ നിയമസാധുത എങ്ങനെ ഉറപ്പാക്കുന്നു, ഇതെല്ലാം പുനർനിർവചിക്കുന്ന, റീഡിഫൈൻ ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിഭാസത്തിൻ്റെ ഭാഗമാണോ? മെക്സിക്കോ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലാണ്. ഒന്നുകിൽ അവർക്ക് കൂടുതൽ ധ്രുവീകരണത്തിന് നീങ്ങാം, അവിടെ സർക്കാർ വിയോജിപ്പിനെ ക്രമസമാധാന പ്രശ്നമായി കണ്ട് യുവജനങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ അല്പം പ്രയാസകരമാണെങ്കിലും കൂടുതൽ ഫലപ്രദമായ ഒരു വഴിയുണ്ട്. അതിന് രാഷ്ട്രീയ ധൈര്യം വേണം, ഇച്ഛാശക്തി വേണം. സത്യസന്ധമായ ചർച്ചകളിലൂടെ, ഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ യുവതലമുറ ശത്രുവല്ലെന്നും തങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ജനവിഭാഗമാണെന്ന തിരിച്ചറിവിലൂടെ നടപടിയെടുക്കുകയാണ് സർക്കാർ. ഈ അവസരം ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണെങ്കിൽ മെക്സിക്കോക്ക് കൂടുതൽ ശക്തവും ജനാധിപത്യപരവുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതല്ലെങ്കിൽ ഈ മാസം ഉടലെടുത്ത ഈ ഒരു അശാന്തി വലിയൊരു കൊടുങ്കാറ്റായി ഒരുപക്ഷെ പരിവർത്തിപ്പിക്കപ്പെട്ടേക്കാം. മെക്സിക്കോ ഒരൊറ്റപ്പെട്ട സംഭവമല്ല, വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയാണ്. സിയോൾ മുതൽ പാരീസ് വരെ, കാഠ്മണ്ഡു മുതൽ ലോസ് ഏഞ്ചലസ് വരെ, നേപ്പാളിലും ഇന്തോനേഷ്യയിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും മഡഗാസ്കറിലും യുവജനങ്ങളുടെ നിരാശ പ്രകടമായെങ്കിൽ ആഗോള രാഷ്ട്രീയ സംസ്കാരത്തിലെ ചരിത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്താൻ മെക്സിക്കോയിലും ജെൻസി ഇറങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ജെൻസി തലമുറ
സർക്കാരുകളോട് ഒരേ കാര്യമാണ് പറയുന്നത്: നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഞങ്ങളെ സംരക്ഷിക്കുക, ഞങ്ങളെ കേൾക്കുക. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കും. മെക്സിക്കൻ പ്രതിഷേധങ്ങൾ ഒരു ദേശീയ വാർത്ത മാത്രമല്ല, അതൊരാഗോള യുവജന ഉണർവിൻ്റെ ഭാഗമാണോ? മുൻ തലമുറകളിലെ പ്രക്ഷോഭങ്ങളെ പോലെ ഇതും ചരിത്രത്തിൽ അതിൻ്റേതായ ഒരു മുദ്ര പതിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.